30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരുതെളിയും വൈകിട്ട് 6 നിശാഗന്ധിയിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ചില സംവിധായകൻ പാബ്ലോ ലാറോ മുഖ്യാതിഥിയാകും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ ചെയ്തു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. എനിക്കൊന്ന് ഉദ്ഘാടന ചടങ്ങ് വലിയ ആഘോഷമാവുന്നില്ലെങ്കിലും സമാപന ചടങ്ങാണെന്ന് തോന്നുന്നു ആഘോഷമാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സിനിമകൾ, ആരൊക്കെയാണ് കാണേണ്ട സംവിധായകർ, എന്താണ് IFFK കാഴ്ചകൾ? ഉമേഷ്. ഗുഡ് മോർണിംഗ് അഷ്മി, ഗുഡ് മോർണിംഗ് സ്മിത. എന്തായാലും ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് മാത്രമാണ്. സാധാരണ ഇതിൽ ആദ്യ ദിവസം കാര്യമായ പ്രദർശനവും ഉണ്ടായില്ല. ഇന്ന് 11 സിനിമകൾ മാത്രമേ ഉള്ളൂ പ്രദർശനത്തിന്. ഇന്ന് ഉദ്ഘാടന ചിത്രം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാന ആകർഷണം. പലസ്തീൻ 36 എന്ന ചിത്രമാണ് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുന്നത്. നിശാഗതിയിൽ വൈകിട്ട് 6 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മുഖ്യമന്ത്രിയൊന്നും പങ്കെടുക്കുന്നില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രത്യേക അനുമതി വാങ്ങി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങിയാണ് ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നത്. എന്തായാലും ഉദ്ഘാടന ചിത്രം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും ആകർഷണമായ ചിത്രം. എന്തായാലും ഇനി ഉള്ള 9 ദിവസം, അതായത് ദിവസങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അത് തിരുവനന്തപുരത്തേക്ക് നാളെ മുതലാണ് കൂടുതൽ സജീവമാകുന്നത്. നാളെ മുതൽ കൂടുതൽ സിനിമാ പ്രേമികൾ തിരുവനന്തപുരത്തേക്ക് എത്തും. പൂർണ്ണ തോതിൽ IFFK സ്ക്രീനിങ്ങുകൾ ആരംഭിക്കും. 208 ചിത്രങ്ങൾ ഇപ്പോൾ പ്രദർശിപ്പിക്കും. 80 വിഭാഗങ്ങളിലായാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ചിത്രങ്ങളും ഈ മേളയുടെ ഭാഗമാകുന്നുമുണ്ട്. നിലവിൽ എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ, കാരണം ഈ നമ്മൾ സാധാരണ IFFK എല്ലാം പറയുമ്പോൾ നമ്മൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതിൻ്റെ ഒരു കർട്ടൻ റൈസർ പരിപാടിയെല്ലാം തുടങ്ങാറുണ്ട്. പക്ഷേ ഇത്തവണ അത്തരത്തിൽ കർട്ടൻ റൈസർ നടപടികളൊന്നും ഈ സംഘാടകർക്ക് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം സംഘാടകരും ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇന്ന് ഈ IFFKയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനവുമായി അതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളുമായി എല്ലാം മുന്നോട്ട് പോയത്. PR അത്ര കൃത്യമായി നടപ്പാക്കേണ്ടിയും വന്നില്ല. എന്തായാലും ഇന്ന് വൈകിട്ട് ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റവും പ്രധാന ആകർഷണം പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള M. അബു ഷാവേസ് അണിയാക്കും. ഒപ്പം ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമേനും ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ചടങ്ങിൽ ഇന്ന് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് അത് ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്യും. ഈ പ്രത്യേക അതിഥികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരും എല്ലാവരും ഈ നാളെ മുതലാണ് കൂടുതൽ സജീവമാകുന്നത്. ഇന്നൊരു ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് മാത്രമേ ഉള്ളൂ. സ്മിത. ഓക്കെ, അപ്പോൾ നാളെ മുതൽ സിനിമകളുടെ വസന്തകാലമാണ് അവിടെ. പുതിയ പുതിയ ലോകങ്ങൾ, പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ കാഴ്ചകൾ ഒക്കെ ലോകത്തിന്റെ വാതിൽ തുറക്കുന്ന IFFK നാളെയാണ്. ഇന്നാണ് ഉദ്ഘാടനം, നാളെയാണ് അതിന്റെ സിനിമകൾക്ക് തുടക്കം ഉണ്ടാവും. സ്ഥിരമായി പോകുന്നവരുണ്ട്, അവിടെ വെച്ച് പരിചയം പുതുക്കുന്നവര്, സൗഹൃദം പുതുക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് ആഘോഷമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.